എവരിവൺ, മല്ലൂസ് ബെസ്റ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ബർത്ത്ഡേ സെലിബ്രേഷന് പോവാണ്. ഞങ്ങൾ ആരൊക്കെയാണല്ലേ? എൻ്റെ പേര് അനിത്ര, എൻ്റെ ഒപ്പം ജയമോൾ, മഞ്ജു ആൻഡ് ലിഞ്ചു. ഞങ്ങൾ ഈ 4 പേർ കൂടുന്നതാണ് ഈ ബെസ്റ്റീസ് ഗ്രൂപ്പ്. അപ്പം ലിഞ്ചു ചേച്ചിയുടെ ഇളയ മോൻ്റെ പേര് ഈതൻ. ഞങ്ങൾ അവനെ മാത്തു എന്ന് വിളിക്കും. മോൻ്റെ ബർത്ത്ഡേ ആണ്. ഹി ഈസ് ടേണിംഗ് 10 ടുഡേ. So double digit. We are so excited to celebrate his birthday. ഓമി റെഡി ആയോ പോവാൻ? മാത്തുവിന്റെ ബർത്ത്ഡേക്ക് പോവാൻ റെഡി ആയോ? ഗിഫ്റ്റ് ഒക്കെ എടുത്തോ? അപ്പൊ നമ്മള് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ? വായോ. ക്ലൈമറ്റ് കണ്ടോ എങ്ങനെ ഇരിക്കുന്നത്? 4 മണി 4 o'clock ആയതേ ഉള്ളൂ. ക്ലൈമറ്റ് ഭയങ്കര ഡാർക്കായി. അപ്പൊ ഞങ്ങൾ എന്തായാലും വണ്ടിയിലോട്ട് കയറുകയാണ്. ഓമി യു എക്സൈറ്റഡ്? വെരി എക്സൈറ്റഡ്. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി എല്ലാവരും മീറ്റ് ചെയ്യാം. അപ്പം വായോ. അപ്പം നമ്മൾ ലിഞ്ചു ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓമി നേരെ ഓടിപ്പോയിട്ടുണ്ട്. എല്ലാവരും എത്തി. ഞാൻ അല്പം ലേറ്റ് ആയിപ്പോയി. നല്ല സാരമില്ല, നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാം അല്ലേ? അപ്പം എന്താ പ്ലാൻ എന്ന് അറിഞ്ഞുകൂടാ. ചെറിയൊരു ഐഡിയ നമുക്ക് തന്നിട്ടുള്ളത് ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ് ഇവിടെ നിന്നാണെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം അല്ലേ? അപ്പം എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ അല്പം ലേറ്റ് ആയി പറഞ്ഞ പോലെ. ലിഞ്ചു ചേച്ചി ഹലോ, യെസ്. അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പം ഇവരുടെയൊക്കെ ഹസ്ബൻഡുമാര് ബാക്കിലുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ തന്നെ ചോദിക്കാം. ചേച്ചി പാർട്ടിയൊക്കെ എന്തായി? സെറ്റ് ആണോ? എല്ലാം ഓൾ സെറ്റ്. അപ്പൊ എങ്ങനെ ഇന്നത്തെ പരിപാടി? കേക്ക് കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളെല്ലാരും കൂടെ ട്രെയിനിൽ പോകുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡൈനിങ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ചേച്ചി കേക്കൊക്കെ സെറ്റ് അല്ലേ? ഓൾ സെറ്റ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് ഒന്ന് കണ്ടാലോ? ചോക്ലേറ്റ് കേക്കാണ് ലിഞ്ചി ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒപ്പം കളർഫുൾ ബലൂൺസ് ഒക്കെ കൊടുത്ത് ടേബിൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നയമി സോ എക്സൈറ്റഡ് ആണ്. അവൾ ഡാൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് മാത്തു. ഞങ്ങളുടെ എല്ലാവരുടെയും ഈതൻ മാത്തു. അപ്പം ബർത്ത്ഡേ ബോയ് സോ എക്സൈറ്റഡ് ടു കട്ട് ഹിസ് ബർത്ത്ഡേ കേക്ക്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും വക മാത്തുക്കുട്ടന് 1000 ബർത്ത്ഡേ വിഷസ്. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എല്ലാവരുടെയും ഒത്തിരി പിറന്നാൾ ആശംസകൾ മോനെ. ഫോട്ടോസ് ഒന്നും എടുക്കാതെ എന്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ? അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇനി നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് മാത്തുവിന്റെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. ജാക്കറ്റ് ഒക്കെ ഇട്ട് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ട്രെയിൻ ക്യാച്ച് ചെയ്ത് അവിടുന്ന് നമ്മൾ എഡിൻബ്ര, then to South Indian restaurant called മഖാനി ഇന്ത്യൻ റെസ്റ്റോറന്റ്. സോ അവിടേക്ക് പോവാണ്. അപ്പൊ എല്ലാരും കാറിൽ കയറി. ഞാനും കാറിലേക്ക് പോവാണ്. അപ്പൊ നമ്മളിത് സ്റ്റേഷനിൽ എത്തിയേക്കുവാണ്. അപ്പം മഞ്ജു ചേച്ചി പിന്നെ അടിച്ചുപൊളി. സ്നോ കണ്ടോ? എന്തോരം സ്നോ! 2 days 3 days ആയിട്ട് വീണെടുക്കുന്ന സ്നോ ആണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ -7 ആയിരുന്നു. ഇന്നിപ്പം ടെമ്പറേച്ചർ ഇച്ചിരി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം 1 degree ആയിട്ടുണ്ട്. എന്നാലും 3 ദിവസമായിട്ട് കിടക്കുന്ന സ്നോ ആണ് ഇത് കാണുന്നത്. ഇത് ഇതുവരെയായിട്ട് മെൽറ്റ് ആയിട്ടില്ല. റോഡൊക്കെ ഇപ്പോഴും സ്ലിപ്പിയാണ്. അപ്പം നമ്മളെല്ലാവരും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ട്രെയിൻ വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പിള്ളേരൊക്കെ സോ എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മുടെ മലബാർ എക്സ്പ്രസ് ഇപ്പം 100-ൽ എത്തുന്നതായിരിക്കും. അപ്പം
Vallu besties. Yes. അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് പോവാണ്. C34 besties. We are going out for a dinner together. അങ്ങനെ നമ്മൾ എഡിൻബറയിൽ എത്തിയേക്കുവാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ മഖാനി റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. എഡിൻബറ എപ്പോഴും ഒരു ബിസിയാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ട്രാമും ബസ്സും കാറും ഒക്കെ ആയിട്ട് റോഡ് എപ്പോഴും ട്രാഫിക്കിലായിരിക്കും. ഇപ്പം എന്തോ വിൻ്ററും സ്നോയും ഒക്കെ ആയതുകൊണ്ട് റോഡൊക്കെ കുറച്ച് ക്വയറ്റാണ്, ആൾക്കാരും എണ്ണമൊക്കെ കുറവാണ്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ നല്ല ഡെലീഷ്യസ് ആയ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടി അകത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അല്ല മാറു, നല്ല വിശപ്പുണ്ട് ചേച്ചി. അകത്ത് നിന്നിട്ട് വേണം നല്ല തട്ട് തട്ടാൻ. അപ്പം നമുക്ക് പോകാം, പൊളിക്കാം. അപ്പോൾ നമ്മുടെ ഡിഷസൊക്കെ ഓരോന്നായിട്ട് വരികയാണ്. നമ്മുടെ ആദ്യത്തെ ഡിഷ് പാൽ പൊറോട്ട വിത്ത് ചിക്കൻ. ടോപ്പപ്പായിട്ട് ഇത് എഗ്ഗ് നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരു ശങ്കയിലാണ് ആർക്ക് ഈ എഗ്ഗ് കൊടുക്കുക എന്നുള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം പൊറോട്ട ഒന്ന് സെറ്റായപ്പോഴത്തേനും ദണ്ട വന്നേക്കുന്നു അടുത്ത ഡിഷ്. അടിപൊളിയായിട്ടുണ്ട്. ആവി പറക്കുന്ന പാൽക്കപ്പയും ബീഫും. എന്താ ലുക്ക് അല്ലേ. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഏത്തക്കാപ്പവും ബീഫ് കറിയും പൊളിയാണല്ലേ. നമുക്ക് അതും കൂടെ എന്തായാലും ട്രൈ ചെയ്തേ പറ്റൂ. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല മഖാനിയുടെ സ്പെഷ്യൽ ഡിഷസ്. നമ്മൾ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. മഖാനിയുടെ ഫിഷ് ബിരിയാണി, കാന്താരി മന്തി ആൻഡ് സ്പൈസി ബിരിയാണി. സ്പൈസി ബിരിയാണി എൻ്റെ ദൈവം, ഞാൻ അതിനോട് വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ ഒരുപാട് റിവ്യൂ അതിൻ്റെ കേട്ടിട്ടുണ്ട്, സ്പൈസി ബിരിയാണിയുടെയും കാന്താരി മന്തിയുടെയും. അപ്പം കട്ട വെയിറ്റിങ്ങിലാണ് ഇത് വരാൻ വേണ്ടി. കിഡ്സ് എല്ലാവരും ഹാപ്പിയാണ്. അവരുടെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും എല്ലാം കൊണ്ട് പിള്ളേർ ഹാപ്പിയാണ്. നമ്മുടെ ഇതേ കാന്താരി മന്തി വന്നിട്ടുണ്ട്. ചൂട് കാന്താരി മന്തി. അതിൻ്റെ ലുക്ക് തന്നെ കണ്ടില്ല, എന്താ ഭംഗി. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് എല്ലാവരും. അടിപൊളിയായിട്ടുണ്ട്. എന്ത് ചേച്ചി ട്രൈ ചെയ്യുന്നത്? ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്ന പാൽ പൊറോട്ടയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. വളരെ എക്സൈറ്റ്, വളരെ സൂപ്പർ. ഞാനിപ്പോൾ കഴിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഏത്തക്കപ്പവും ബീഫുമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നാട്ടിലെ അതേ ഫുഡിൻ്റെ അതേ ടേസ്റ്റ് UK-ലും ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ കഴിക്കുന്നത് പാൽക്കപ്പയും ബീഫ്. ചേച്ചി എനിക്ക് കുറച്ചുകൂടി വയറ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിച്ചിട്ട് കുറച്ചുകൂടെ വയറ്. 4 പേടെ കഴിച്ചു, ഇനി എങ്ങനെ കഴിക്കാനെന്ന് പറ. ഞങ്ങളുടെ കാര്യം മീൻ പൊള്ളിച്ച് പറഞ്ഞു, അത് ഇങ്ങനെ വാഴയിലാണ്. It looks so good. We haven't tasted it yet. നിറഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഫുഡ് തട്ടി. അപ്പം ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവാണ്.
തിരിച്ചിനി ഇവിടുന്ന് ബാക്ക് ടു ഹോം. ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ച് ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ഈ വീട്ടിൽ പോവുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പേഴ്സ് ചെയ്യുകയാണ്. എല്ലാം അടിപൊളിയായിരുന്നു. മാത്തുവിന്റെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ച്. ചിലപ്പോൾ ഞങ്ങൾ ലിഞ്ചിൻ്റെ മാത്തിൻ്റെ വീട്ടിലൊന്നുകൂടി കുറച്ച് നേരം ഇവിടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ. അതെ, നാളെ സൺഡേ അല്ലേ, സ്കൂളൊക്കെ ഓഫാണ്. സോ വി വിൽ chat together. അപ്പം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിൽ ഹാവ് മോർ ഫൺ. Like, subscribe and share our video. Thank you so much. Signing off from Nalu Besties. Bye bye.